നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ചുരത്തിന് താഴത്താണ്. നേരത്തെ കോഴിക്കോട്ടുനിന്ന് യാത്ര ചെയ്ത് വയനാട് ചുരത്തിന് താഴത്തെത്തിയേക്കാണ്. അപ്പോൾ ഇൻട്രോ അങ്ങ് മുകളിലേക്ക് ചെന്നിട്ട് തരാം. അപ്പോൾ ഈ വയനാട്ടിലെ പ്രകൃതി ഭംഗി ശരിക്കും ഒന്ന് കണ്ടോളൂ. വയനാട് കണ്ടില്ലേ? വയനാട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇൻട്രോ ഞാൻ മേലെ വന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. ടോപ്പിലാണ് നിൽക്കുന്നത്, വയനാടിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 22 കിലോമീറ്റർ 25 കിലോമീറ്ററിനുള്ളിലുള്ള ഏരുമാട് എന്ന സ്ഥലത്തേക്കാണ്. അവിടെ പോയിട്ട് ഒരു നല്ലൊരു സ്ഥലം പരിചയപ്പെടുത്തുകയാണ്. അങ്ങോട്ടേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ നമ്മളിപ്പം ചുരത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ കഴിഞ്ഞ് കൽപ്പറ്റ കഴിയണം. കൽപ്പറ്റയിൽ നിന്ന് സുൽത്താൻ ബത്തേരി ഏകദേശം 1 മണിക്കൂർ യാത്ര, 1-1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അവിടെ നിന്ന് 22 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തു കേട്ടോ. വയനാട് എങ്ങനെയുണ്ട്? പ്രകൃതി ഭംഗിയൊക്കെ അടിപൊളിയല്ലേ? അപ്പോൾ ചുരം കഴിഞ്ഞ് കൽപ്പറ്റ കഴിഞ്ഞ് സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 13 കിലോമീറ്റർ കഴിയുമ്പം തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇത് ശരിക്കും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ച് മാത്രമാണ്. അതായത് ആശുപത്രിയിലൊക്കെ ലക്ഷങ്ങൾ ചിലവാക്കുന്ന ആളുകളുണ്ടാവും. തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം, അറിയുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യണം. എരുമാട് എന്ന സ്ഥലത്താണല്ലേ. എരുമാട് സ്ഥലത്ത് HP പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടുള്ള ഒരു വഴിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമ്മൾ പോകുന്നത് ഒരു വൈദ്യൻ്റെ അടുത്താണ്, നാട്ടുവൈദ്യൻ്റെ അടുത്താണ്. സുകുമാരൻ വൈദ്യൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത്. ഈ വീഡിയോ ജനങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കാരണം ആശുപത്രിയിലൊക്കെ പോയിട്ട് ഒരുപാട് ആളുകൾ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് ഈ ഒരു സംഭവം ജനങ്ങളിലേക്ക് അറിയണം എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത്. സാധാരണ ആദിവാസികൾ ചെയ്യുന്ന പച്ചമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹം 10-30 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തു നിന്നും, കേരളത്തിൽ പല സ്ഥലത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമ്മൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്കൊന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വൈദ്യരുടെ വീട്. വൈദ്യരുടെ വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ വൈദ്യർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വൈദ്യരോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. വൈദ്യർ എന്തൊക്കെയുണ്ട് വിശേഷം? വൈദ്യരെ സുഖം തന്നെ, അങ്ങനെ പോണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ മരുന്നിന്റെ പ്രത്യേകതകളൊക്കെ? പ്രത്യേക അസ്ഥി സംബന്ധമായിട്ടുള്ള കേസാണ് അത്. നമ്മൾ ഒടിവ്, ചതവ്, അങ്ങനെ മുട്ട് തേയ്മാനം, ഡിസ്ക് തേയ്മാനം, ലിഗമെന്റ് പൊട്ടിയ, ഇങ്ങനത്തെ കേസൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാവിധ ഒടിവുകളും ചതവുകളും ഒക്കെ റെഡിയാക്കും. അത് ഞങ്ങൾ എക്സ്റേ കണ്ടിട്ട് പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്നു, ഇല്ലെങ്കിൽ ഇല്ല. എക്സ്റേ കണ്ടതിന് ശേഷമാണ് ഈ സംഭവമൊക്കെ ചെയ്യാം. മുട്ടുകാൽ വേദനക്ക് എന്താ ചെയ്യുന്നത്? മുട്ടുകാൽ വേദനക്ക് നമ്മൾ പച്ചമരുന്ന് വെച്ച് കിട്ടുന്നതാണ്. തിരുമ്പിക്കഴിഞ്ഞാൽ അത് കൂടുതലാവും. അതുകൊണ്ടാണ് അത്. സാധാരണ തിരുമ്പുന്നത് നല്ലതാണോ? തിരുമ്പാൻ പാടില്ല. മനുഷ്യനെ തിരുമ്പാൻ പാടില്ല. മനുഷ്യനെ തിരുമ്പാ അത് ഉളുക്ക് ചതവിനൊക്കെ തിരുമ്പാം. ഈ തേയ്മാനത്തിന് തിരുമ്പിക്കഴിഞ്ഞാൽ കൂടുതലാവും. അങ്ങനെ നീര് വന്നിട്ട് ഡിസ്കിന് അത് അകൽച്ച കൊണ്ടാണ്, ഉള്ളിലത്തെ മജ്ജ കുറയുന്നത് കൊണ്ടാണ് തേയ്മാനം ഉണ്ടാകുന്നത്.
എക്സ്റേ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും എക്സ്റേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അതാണ് പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്നു, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ചികിത്സയിൽ. അത് മടക്കി വിടാറുണ്ടോ നിങ്ങൾ മാക്സിമം? മടക്കി ഇങ്ങനെ പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ കേസ് മാത്രം മടക്കി വിടും. തെറിച്ച് ജോയിന്റ് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം അവിടെ നിൽക്കണം. പുറത്ത് ചാടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആശുപത്രിയിൽ പോയിട്ട് തന്നെ ചെയ്യണം. അവർ കമ്പി ഇട്ടാലും നമുക്ക് കെട്ടാം. അതിന്റെ തോല് പിന്നെ പൊട്ടാൻ പാടില്ല. ഏകദേശം വർഷങ്ങളായിട്ടല്ലേ നിങ്ങളെ ഞങ്ങളൊരു പച്ചമരുന്നാണ് നിങ്ങൾ ഉപയോഗിക്കണല്ലേ? എത്ര 200 വർഷം പഴക്കമുണ്ട്. 200 വർഷം പഴക്കമുണ്ട്. നിങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ? പാരമ്പര്യമായിട്ട്. എത്ര പേരുണ്ട് ഇവിടെ? ഇവിടെ ഞങ്ങൾ 2 പേരുണ്ട്. അപ്പോൾ ആ 2 പേരും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ? കുടുംബത്തിൽ ഞങ്ങൾ ഏറ്റാനിയന്മാരും മക്കളാണ്. ആണ്. നിങ്ങൾ ശരിക്കും ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ശരിക്കും പുറത്തുള്ള ട്രീറ്റ്മെന്റ് മാത്രമല്ലേ? പുറത്ത് മരുന്നൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ല? ഇല്ല, ഉള്ളിലേക്ക് കുടിക്കാനുള്ള മരുന്നൊന്നും ഇല്ല. പുറത്തുള്ള മരുന്ന് വെച്ച് കെട്ടുകയും പിന്നെ അതിന് നമ്മൾ എണ്ണ കൊടുക്കും, തൈലമുണ്ട്, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാനേ ഉള്ളൂ. അത് മരുന്ന് ചതച്ചിടിച്ച് എണ്ണയിൽ കാച്ചി എടുക്കണതാണ്, മൂവ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പാണ് അതിനുള്ള ഗുണം കിട്ടുള്ളൂ. അങ്ങനെയാണ്. ഒക്കെ പച്ചമരുന്നാണല്ലേ? ഒക്കെ പച്ചമരുന്ന്, കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളോട് പച്ചമരുന്നിന്റെ കാര്യം എന്തൊക്കെയാ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞില്ല. അത് നമ്മൾ അതിന് പാരമ്പര്യ സിദ്ധിയാണ്. തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഗുണം ഉണ്ടാവില്ല. അതിന് സിദ്ധിയാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് അത് ഗുണം ചെയ്യില്ല. നിങ്ങൾ കയ്യിലൊക്കെ മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ? മഞ്ഞൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കണം. അതാണ്. എത്ര ഇനം മരുന്നുകളാണ് ഇതിലുണ്ട്? ഇത് 2-3 ഐറ്റം മരുന്നുണ്ട്. ആണല്ലേ? ഈ എവിടുന്നൊക്കെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും മുത്തങ്ങന്ന് അങ്ങനെ പറിച്ച് ആനക്കാട്ടിൽ നിന്ന് അങ്ങനെ പറിച്ചിട്ട് വരുന്നതാണ്. നിങ്ങൾ പറിച്ചിട്ട് വരുന്നല്ലേ? എവിടുന്ന്? ആനക്കാട് മുത്തങ്ങ പോകും പല സ്ഥലങ്ങളിലും. അത് ഒരു സ്ഥലത്ത് തന്നെ അല്ല. അത് ചില കാട്ടിലുണ്ടാവുന്ന സാധനമാണ്. അത് പ്രകൃതി തരുന്നതാണ്. അത് പച്ചയ്ക്ക് നമ്മൾ അത് ക്ലിയർ ചെയ്തെന്ന് മാത്രം അതിന് ഗുണം ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇത് നാളേക്ക് പറ്റൂല. അത് അങ്ങനെയാണ്. ഒരു ദിവസത്തിനേ പറ്റുള്ളൂ. അന്നേക്ക് അരച്ച് മരുന്ന് കിട്ടുന്നതാണ്. ഈ എണ്ണ 6 മാസം വെച്ചാലും ഒരു കുഴപ്പം പറ്റില്ല. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾ വരുന്നുണ്ടോ? എല്ലാ സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ ബോംബെ നിന്നൊക്കെ ആൾക്കാർ വന്നു. നിങ്ങൾ ഒരു കെട്ടിന് ഏകദേശം എത്ര രൂപ വാങ്ങുന്നത്? അത് നമ്മൾ ആളനുസരിച്ചാണ് വാങ്ങുന്നത്. അത് മരുന്നിന്റെ എത്ര വരും, എത്ര മരുന്ന് കെട്ടി വെക്കേണ്ടി വരും? ഏകദേശം മിനിമം എത്ര രൂപ വരുന്നുണ്ട്? മിനിമം നമ്മളത് ആളനുസരിച്ചാണ്. കയ്യിനൊക്കെ ഒരു 10, 250, 300 രൂപ. അതായത് കയ്യിൽ കുറച്ച് മരുന്ന് മാത്രം? ഇത് റൗണ്ട് ആയിട്ട് വരും, ഫുള്ളായിട്ട്. ഇപ്പൊ ഇതിനായിട്ട് ഫുള്ളായിട്ട് വരണം, നടുവിനനുസരിച്ച്. അപ്പോൾ ഈ ഇവിടുത്തെ ഭാഷ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തണം. അതായത് ആളനുസരിച്ച് വാങ്ങുമെന്ന് പറയുമ്പോൾ ആളുടെ കപ്പാസിറ്റി അനുസരിച്ച് വാങ്ങുന്നല്ല, അതായത് പറഞ്ഞു തരണം. അത് അതായത് എത്ര സ്പേസിൽ മരുന്ന് വെക്കണം, അതാണ് അതിന്റെ കണം. അപ്പൊ നമുക്ക് ലേസം കൂടി അതിനത്ര പൈസ വാങ്ങാൻ പറ്റില്ല. അതിന് പാകത്തിന് വാങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഇപ്പൊ നടുവിനൊക്കെ കംപ്ലീറ്റ് കവറിങ് ചെയ്ത് തരണം. അതിന് തുണി വേണം, അതിന് ബാൻഡേജ്, അത് മരുന്ന് വെച്ച്. അതെ, മരുന്ന് വെച്ച് കെട്ടിയിട്ട് അതുപോലെ തന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് ഈ കെട്ടഴിക്കാൻ പറ്റുള്ളൂ. കുടിക്കാനൊന്നും പാടില്ല അല്ലേ? കുടിക്കാൻ പറ്റില്ല, അവിടെ നനയാൻ പാടില്ല. അവിടെ നനയാൻ പാടില്ലാത്ത രീതിയിലൊക്കെയാണ് ഈ കെട്ട കെട്ടുന്നത്. അതായത് 1/2 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമാണ് ആ കെട്ടൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആവുക അല്ലേ? അത് വലിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നിൽക്കൂലേ? അത് ബാൻഡേജ് വെച്ച് അങ്ങനെ കിട്ടും. 250 രൂപ വരെ. ഞാനിവിടെ കുറച്ച് ആളുകളെ പരിചയപ്പെട്ടായിരുന്നു. ആ ബൈറ്റാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ അമ്മേൻ്റെ കാല് പൊട്ടിയിട്ട് ഇങ്ങോട്ട് ഉഴിച്ചിലിനായിട്ട് വന്നതാണ്. ഞങ്ങൾ ആദ്യം പ്രൈവറ്റിൽ കാണിച്ചതാണ്. പ്ലാസ്റ്റർ ഇട്ടിരുന്നു. പിന്നെ അത് സ്ക്രൂ ഇടണം, ഫിക്സഡ് സ്ക്രൂ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറേ പേരോട് സംസാരിച്ചപ്പം ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നാണ്. ഇപ്പം 3ാമത്തെ കെട്ടാണ്. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഒക്കെ ജോയിൻ്റ് ആയിട്ടുണ്ട്. വാക്കറിലൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ബെഡ് റെസ്റ്റ് തന്നെ ആയിരുന്നു, നടക്കാനൊന്നും പറ്റില്ലായിരുന്നു, എടുത്തുകൊണ്ട് വന്നതായിരുന്നു. ഇപ്പം കാല് ഒരാളുടെ സപ്പോർട്ടോടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് 3ാമത്തെ കെട്ടിൽ തന്നെ. വയനാട്ടിലെ കുടുംബ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ പാരമ്പര്യമായിട്ട് കാട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന പച്ചമരുന്നുകളും അത് അരച്ച് എല്ല് പൊട്ടുന്നതിനോ അസ്ഥിക്ക് എന്തെങ്കിലും പ്രശ്നം വരണതിനോ നടുവിന് എന്തെങ്കിലും പ്രശ്നം വരണതിനോ ഒക്കെ അവർ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൂരനാട്ടിൽ നിന്നും, അതായത് എറണാകുളം, തൃശ്ശൂർ, കൊല്ലം, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ചെന്നൈയിൽ നിന്നെല്ലാം വന്നിട്ട് ഇവിടെ ചികിത്സ ചെയ്തിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. ആളുടെ അഭിപ്രായം 100% നല്ലൊരു അഭിപ്രായമാണ്. അതുകൊണ്ടാണല്ലോ പല നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നത്. ഒരാൾ ചികിത്സിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ ആ പരിസരത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ആ ആളുടെ സപ്പോർട്ട് പ്രകാരമാണ് പിന്നെ വരുന്നത്. ഞങ്ങൾ വരുന്നത് കോഴിക്കോട് നിന്നാണ്. ഇത് കുറച്ച് ഒരു 10-30 വർഷം മുമ്പേ പഴക്കമുള്ള ഒരു അസുഖത്തിന് വൈപ്പിന് ബാക്ക് പെയിൻ ആയിട്ട് അവിടെ കോഴിക്കോട് പല പ്രമുഖ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിച്ചു. അവിടെ നിന്നൊക്കെ പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. അവസാനം അവിടെ കോഴിക്കോടുള്ള ചില പാരമ്പര്യ മർമ്മ ചികിത്സാ കേന്ദ്രങ്ങളിൽ കാണിച്ചു. അവിടെ നിന്ന് ഒഴിച്ചിൽ നടത്തി. അതിലൊന്നും യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ വേറെ ആൾ പറഞ്ഞ അറിവിലാണ് ഞങ്ങളിവിടെ എത്തിപ്പെടുന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ വരുന്നപ്പോൾ അത് 2ാമത്തെ കെട്ടാണ്. ഫസ്റ്റിലൊരു കെട്ട് കഴിഞ്ഞ ആഴ്ച വന്ന് കെട്ടിപ്പോയി. ആ പോക്ക് മരുന്നൊക്കെ അവർ പറഞ്ഞ പ്രകാരമൊക്കെ ചെയ്ത് ഇവിടെ വന്നപ്പം
ഈ ഒരാഴ്ചനെ കൊണ്ട് വളരെ ഭേദമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞങ്ങൾ അനുഭവം വെച്ചിട്ടാണെങ്കിൽ കുറച്ച് തിരക്കില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ അലോപ്പതിയിൽ കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ പ്രമുഖ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഇതേപോലെയുള്ള കേസിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് അത് കംപ്ലൈൻ്റ് ആയതും പിന്നെ പൂർണ്ണമായിട്ട് കിടത്തത്തിൽ വരെ ആയിപ്പോയ കഥകൾ ഞങ്ങൾ കേട്ടതിനെ കൊണ്ടാണ് പിന്നെ ഓപ്പറേഷൻ പരിപാടി ഒഴിവാക്കിയത് ആയുർവേദത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ ഇവിടെ വന്നതിനാണ് ഒരു മാറ്റം ഞങ്ങൾക്ക് കാണുന്നത്. എനിക്കും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പറഞ്ഞ വഴിക്ക് ബൈക്കിലേക്ക് മുമ്പിലേക്ക് ഒരു പട്ടി വട്ടം ചാടിയിട്ട് ജസ്റ്റ് സ്കിഡായി വീഴത്. അപ്പോൾ ഡിസ്കിന് ബൾജാന്നാണ് പറഞ്ഞത് ആദ്യം. ബൾജെന്ന് പറഞ്ഞ് കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അലോപ്പതി. പക്ഷേ അത് ബൾജും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. സ്കാൻ ചെയ്തപ്പോഴും ബൾജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആൾ പറഞ്ഞ് ഡിസ്കുകൾ തമ്മിൽ അകൽച്ചയുണ്ട്, അപ്പോൾ അതിന് കിഴി കെട്ടണം എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഒരാഴ്ചകൾ കെട്ടിയിട്ട് നല്ലൊരു മാറ്റമുണ്ട്. ഇപ്പോൾ 2 ദിവസം മുന്നേ കിഴി അഴിച്ച് മറ്റേ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുകയും കാര്യങ്ങളൊക്കെ കുനിയൊക്കെ ചെയ്തപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ വൈദ്യം പറഞ്ഞു ഒരാഴ്ചയും കൂടി വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഒന്നുകൂടി കെട്ടാൻ വേണ്ടി വന്നേക്കും. ആ വ്യത്യാസമുണ്ട്. നേരത്തെ എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റില്ലായിരുന്നു. ആദ്യം എനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു 3 months എനിക്ക് പെയിൻ കില്ലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെല്ലും, അവർ ജസ്റ്റ് എക്സ്റേ എടുക്കും, പെയിൻ കില്ലർ തരും, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പെയിൻ കില്ലേഴ്സ് അവസാനം എനിക്ക് മതിയായി തുടങ്ങിയപ്പോഴാണ് പിന്നെ നമ്മുടെ തന്നെ ഫാമിലി ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്, ആളുടെ അടുത്ത് ചെന്ന് സജഷൻ ചോദിച്ചപ്പോൾ ആളെ MRI എടുപ്പിച്ചപ്പോഴാണ് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞത്. എന്നെ തന്നെ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യത്തോളം എക്സ്റേ മാത്രം എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. അന്നേരത്തെ ഒരു പെയിൻ റിലീഫൊക്കെ തരും. ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് കയറും, വീണ്ടും പെയിനാവും, വീണ്ടും വീട്ടിലേക്ക് വരും. അങ്ങനെ കുറച്ച് പിന്നെ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഇവിടെ എത്തിപ്പെടുന്ന എൻ്റെ സീനിയർ ഷെഫ്, ആളുടെ ഫ്രണ്ട് ഇതേപോലെ ഒരു ചെറിയൊരു ടിപ്പർ ആക്സിഡൻറ്റിൽ വയ്യാണ്ടായിട്ട് ആളിവിടെ എത്തിയൊരു അനുഭവം അറിഞ്ഞിട്ടാണ് ആളെനിക്ക് സജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. വീട് തൃശ്ശൂരാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആളിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആൾ നല്ല രീതിയിൽ ജോലിക്ക് പോകുന്നപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല, പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. ആളിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, വണ്ടി ഓടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. 3-4 ആശുപത്രികളിൽ ഞങ്ങൾ നാട്ടിൽ കാണിച്ചിട്ട് ഒരു രക്ഷയില്ല, ഒരു മാറ്റമില്ല. ജോലിക്ക് പോകും, 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും, 2-3 മാസം വീട്ടിലിരിക്കും. പുള്ളി ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ 4 മാസത്തോളം കണ്ടിന്യൂസ് റെസ്റ്റായിരുന്നു. നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ആയി തുടങ്ങി. പിന്നെ അങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം കഴിഞ്ഞ് ബുധനാഴ്ച വന്നു മരുന്നൊക്കെ വെച്ച് കെട്ടി ഇവിടുന്ന് പുള്ളിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഇന്നലെ കുളിച്ചിട്ട് ഇന്നൊന്നുകൂടെ വരാൻ പറഞ്ഞു. ഇന്ന് വന്നിട്ട് പുള്ളി ഇനി വരണോ വേണ്ടെന്നുള്ള തീരുമാനം പറയാം എന്നുള്ളത് പറഞ്ഞു. വ്യത്യാസമുണ്ട്, സിറ്റുവേഷനും എല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിടിച്ചു. കാരണം ഇത് എന്താണെന്ന് നമുക്ക് ഒരു പിടുത്തം കിട്ടാണ്ടേ. കുറേ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഓരോരോ ഞരമ്പ് ജാമായിരിക്കുന്നതാണ്, എല്ലിന് വളവാണ്, അത് എല്ല് നിവർന്നിട്ടില്ല, എക്സ്റേ കാണിച്ചിട്ട് ബെൻഡാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെയാണ് ഇവിടെ വന്നത്. അവിടെ നാട്ടിലും ഞങ്ങളൊരു ആയുർവേദം കാണിച്ചിരുന്നു. പുള്ളി കുറേ മരുന്ന് തന്നു, അത് പറ്റലും ഇതിലൊക്കെ ആയിട്ട് നടക്കും. പിന്നെ പറഞ്ഞാണ് ജോലിക്ക് പോകും, കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ പറ്റണില്ല, വീണ്ടും തിരിച്ചു വരും. വണ്ടി പോലും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ 250 രൂപയ്ക്കേ ഉള്ളൂ ശരിക്കും ഒരു ചതവൊക്കെ റെഡിയാക്കാൻ. 250 മുതൽ ബാക്കിയുള്ള മരുന്ന് വെക്കുന്നതിന് അനുസരിച്ചുള്ള 500, 600, 700 ആ റേഞ്ചൊക്കെ അങ്ങനെ പോകും. ഐഡിയുള്ളവർക്ക് അതനുസരിച്ച് വരും. ഇത് തുണി ബാൻഡേജ് ഒക്കെ ഇതിന് വില കൊടുത്താണ് വാങ്ങണത് എല്ലാം. അപ്പോൾ അതിനുള്ള അനുസരിച്ച് ഒരു ബാൻഡേജ്, ഒരു നടു കെട്ടാൻ 1 റോള് ബാൻഡേജ് വേണം, അതിന് 100 രൂപേൻ്റെ അടുത്ത് വരും. അങ്ങനെയൊക്കെയാണ്. അതായത് ഞാൻ ഈ വീഡിയോ ഒക്കെ പങ്കുവെക്കാൻ കാരണം ഈ ആശുപത്രികൾ കൊള്ളടിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് നമ്മുടെ കേരളത്തിൽ മുൻപ് ആശുപത്രിയിൽ കൊള്ളടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾക്ക്, പൈസ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ശരീരത്തിനൊക്കെ ശരിക്കും വേദന വരുന്ന സമയത്താണ് മനുഷ്യൻ അസ്വസ്ഥതാവുക. അതായത് സാധാരണ പല്ലുവേദന വന്നാൽ പോലും ഒരു മനുഷ്യന് അസ്വസ്ഥതാവാൻ വലിയ കാരണം അത് ഒരു ചെറിയ പല്ലുവേദന ആയിരിക്കാം. അപ്പോൾ മേലിൽ ചെറുതായിട്ട് ചതവ്, ഉളുക്ക്, അങ്ങനെ വല്ല സാധനങ്ങൾ പെയിനായിട്ട് നിൽക്കുന്ന സമയത്ത് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും പറ്റിക്കപ്പെടുന്നുണ്ട്. ഈ ആശുപത്രിയിൽ പോയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്തിട്ട്, ഞാൻ ഇവിടെ തന്നെ പരിചയപ്പെട്ടു, ആശുപത്രിയിൽ പോയി ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ ഒരു റിസൾട്ട് കിട്ടാതെ മറ്റ് ഇത്തരം ആളുകളൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇത്തരം ആളുകളൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് എന്താ പറയുക, ജനത്തിനോട് ചെയ്യുന്ന ഒരു നന്മയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, വൈദ്യരോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ക്യാമറ ഒക്കെ എടുത്ത് വരുന്നുണ്ടപ്പോൾ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറേ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ്, അതായത് വൈദ്യർ പറയുന്നത് ഇവർക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു സംഭവമാണ്. ഈ വൈദ്യർ ഒരിക്കൽ പോലും മരുന്ന് കുടിക്കാൻ കൊടുക്കുന്നില്ല, അത് മാത്രമാണ് ഒരു ഡേഞ്ചറായിട്ട് പോകുന്ന സാധനം, പുറത്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ
ഞങ്ങൾക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, റെഡി ആവുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പരസ്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ, അവരുണ്ടാകുമ്പോൾ അവർ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കൊരു ഉപകാരമാവട്ടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് വൈദ്യർ സമ്മതിച്ചതല്ലേ? അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഞങ്ങളിത് പരസ്യമായിട്ട് കൊടുക്കില്ല. ഇല്ല, അതുകൊണ്ടാണ്. പാരമ്പര്യമായിട്ട് 10-200 വർഷം പഴക്കമുണ്ട്. അപ്പോൾ വരുമ്പോൾ ഒരു ബോർഡും പോലും വെക്കില്ല. അത് ആളറിഞ്ഞു വരണം ഞങ്ങളടുത്ത്. അങ്ങനെയാണ്. അതാണ് അതിന്റെ ഒരു നാച്ചുറാലിറ്റി. ഇന്നാളെ അതിന് ഗുണം കിട്ടുള്ളൂ, അല്ലാണ്ട് നമ്മൾ പരസ്യം ചെയ്തിട്ട് അതിന് ഗുണം കിട്ടൂല. അതാണ് ആളറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. അതിന് ബോർഡ് ഇവിടെ ടോക്കനൊന്നും കൊടുക്കൂല. അപ്പൊ ആൾക്കാർ പരസ്യമായിട്ട് നമ്മൾ വരും. അറിഞ്ഞു ഒരാൾ സൂക്കേട് മാറിക്കഴിഞ്ഞാൽ മറ്റാൾ അത് പറഞ്ഞിട്ട് വരും. തീർച്ചയായും ഞാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ട് വന്ന കേട്ടോ. കാരണം എനിക്ക് ബാക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. നമ്മുടെ ക്യാമറാമാൻ സുൽത്താന് മുട്ടിനൊരു പൊട്ടുണ്ട്. മുട്ടിന് പൊട്ടല്ല, അതാ ബാക്കിൽ നിന്ന് തെറി പറയുന്നത്. മുട്ടിന് ചെറിയൊരു ഉളുക്കം വന്നിട്ടുണ്ട്. അതായത് ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് കാണിക്കണം, എന്തായാലും കാണിക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് വന്നത്. അപ്പോൾ എനിക്കൊരു കെട്ട് അത്യാവശ്യം തരണം. നോക്കാം. സുൽത്താൻ ഒരു കെട്ടും വേണ്ടി വരും. ആയിക്കോട്ടെ. കുറേ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടല്ലേ സമൂഹത്തിൽ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ, അല്ലേ? നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം? അത് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ പൈസ എല്ലാം ഇനി വരുമ്പോൾ ശരി അങ്ങനെ പറയാം. അല്ലാണ്ട് നമ്മൾ അത് തർക്കിച്ച് വാങ്ങാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സഹായിക്കാനൊക്കെ. അത്ര വല്ല പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിലും അത്തരം ഒരാൾ വരികയാണ് എൻ്റെ അടുത്ത്, അങ്ങനെ ഞങ്ങളെ വില പേശാൻ പറ്റില്ല. ചിലപ്പോൾ കാല് 2 കഷ്ണമാകും ഇത് പൊട്ടിയിട്ട്. അതൊക്കെ ഞങ്ങൾ തുച്ഛമായ പൈസയാണ് വാങ്ങുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഒരാൾ വൈദ്യുതി അടുത്ത് വരികയാണ്, എൻ്റെ അടുത്ത് പൈസ ഇല്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ തരും. മരുന്നിന്റെ വിലയെങ്കിലും ഞങ്ങൾക്ക് തരണം. കാട്ടിൽ പോയിട്ട് പറിച്ചിട്ട് വരണം. അപ്പൊ അതിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഇതാണ് ഞങ്ങൾ അരയ്ക്കുന്നത് കണ്ടില്ലേ? അത്രയ്ക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ഗുണം ചെയ്യുള്ളൂ. അതെ, അതാണ് ആ കല്ല് കണ്ടില്ലേ, അതാണ് അതിന്റെ കാര്യം. അതിപ്പോൾ ഒരാളും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അതെ, അങ്ങനെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ വൈദ്യുതി ശരിക്കും എന്തായാലും മരുന്നിന്റെ കാര്യം പറഞ്ഞു തന്നിട്ടില്ല. ബാക്കിൽ നിന്ന് ക്യാമറ ചെയ്യുന്നത് സുൽത്താനാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 13 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ ആരെങ്കിലും കഷ്ടപ്പെടുകയാണെങ്കിൽ, വേദന കൊണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് ശരിക്കും വൈദ്യരെ കാണണം. വൈദ്യരെക്കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷിച്ചതിന് ശേഷമാണ് ശരിക്കും വീഡിയോ ചെയ്തത്. ആ വീഡിയോ ചെയ്തതും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് പോവാം. നന്ദി, നമസ്കാരം.